പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സെപ്റ്റംബർ 5-ന് മോളുടെ കല്യാണമായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ കല്യാണശേഷം പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം സന്തോഷകരമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നേ. അതായത് ഏട്ടൻ്റെ അമ്മയ്ക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നു. ഒരു 10-12 ദിവസം പിന്നെ ഹോസ്പിറ്റലായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും ഒരു മൂടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തിരുവോണ ദിവസവും കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നേ. ഇപ്പം നല്ല രീതിയിലൊന്നും വീഡിയോ ഒന്നും ഇടാനോ അല്ലെങ്കിൽ ഒരു തിരുവോണ ദിന ആഘോഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമൊക്കെ കാണിച്ചത് കല്യാണ ദിവസത്തിന് തലേ ദിവസമൊക്കെ മോളുമായിട്ട് അമ്പലത്തിൽ പോയതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് തലേ ദിവസം തന്നെ ബാങ്കിൽ പോയതും പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കടകളിലൊക്കെ കയറേണ്ടതുണ്ടായിരുന്നു. ഹാൻഡ് വാഷും സോപ്പും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ലേഡീസ് സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓർണമെൻ്റൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ആദ്യമേ കാണിക്കുന്നത്. നമ്മുടെ കല്യാണത്തിന് മുൻപുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെറിയ ചെറിയ വീഡിയോസാക്കി ഇടാൻ വേണ്ടിയിട്ടിരുന്നതാണ്. പക്ഷേ നമ്മളുടെ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ട് വന്നപ്പോൾ തന്നെ മനസ്സൊക്കെ അങ്ങോട്ട് വല്ലാണ്ടായി. പിന്നെ നമുക്ക് മൊബൈൽ എടുക്കാനോ വീഡിയോ ഒന്നും നോക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ആയി വന്നതിന് ശേഷം 1-2 ദിവസമൊക്കെ ആയി കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ പല ദിവസങ്ങളിലെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറേശ്ശെയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതാ ഓർണമെൻ്റൽ ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിനൊക്കെ ചേരുന്ന നല്ല നല്ല ആഭരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിങ്ങനെ മോളുമായിട്ട് അപ്പോൾ ഇത് നമ്മുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പായിട്ടൊക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചെന്നാൽ ഇപ്പോൾ ശ്രീഹരിയും നയനയും കല്യാണ ശേഷം ഒരു 4-ാം ദിവസം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള വിശേഷങ്ങൾ പിന്നീട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു പോകുന്നതൊരു വ്യാഴാഴ്ചയാണ്. അതിൻ്റെ തലേ ദിവസം ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പമാണ് ഇണക്കാൻ പോകുന്നത് കേട്ടോ. ഇടിയപ്പവും മുട്ടക്കറിയാണ് ഇണക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ നനച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ പൊടിയൊക്കെ പാകത്തിന് നനച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രമൊക്കെ തയ്യാറാക്കി ഇടിയപ്പം നെക്കിയെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇടിയപ്പം നെക്കുക പീച്ചി എടുക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഇടിയപ്പം നെക്കുന്നെന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുൻപായിട്ട് ഇഡ്ഡലി പാത്രമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടുണ്ടല്ലോ അത് കളഞ്ഞില്ല കേട്ടോ. അത് ഞാൻ പഴയ പാത്രം കൊടുത്തപ്പോഴത്തേക്ക് പഴയ പാത്രത്തിൻ്റെ തട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ആ തട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പുതിയ പാത്രത്തിന് 2 തട്ടുണ്ട്. പഴയ പാത്രത്തിൻ്റെ തട്ടും കൂടെ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഒക്കെ അതും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തട്ട് ഇഡ്ഡലി അങ്ങോട്ട് കോരി വെച്ചിട്ട് അത് വെന്തിങ്ങിട്ട് ഇറക്കുമ്പോൾ തന്നെ അത് തണുത്ത് അടർത്തി മാറ്റാണ്ട് തന്നെ അടുത്ത 2 തട്ട് അങ്ങോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഇണക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ രൂപത്തിൽ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇഡ്ഡലി പാത്രമൊക്കെ മാറ്റി വാങ്ങാനിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ തട്ട് കൊടുക്കേണ്ടതില്ല. ആ തട്ടിന് പാകമായിട്ടുള്ള ഇഡ്ഡലി പാത്രം പുതിയതെടുത്ത് കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ദേ ഇഡ്ഡലി തട്ടിനകത്ത് എണ്ണയൊക്കെ തുടച്ച് വെച്ചു, എണ്ണയൊക്കെ പുരട്ടി വെച്ചു. അതിനുശേഷം ഇഡ്ഡലി പീച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുള്ള ദിവസമാണ്, അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ശ്രീഹരിയൊക്കെ പോയതിന് ശേഷം പിറ്റേ ദിവസമാണ് അമ്മയെ കൊണ്ടുപോയത് കേട്ടോ വീട്ടിലേക്ക്. ആളെ വന്ന് കൊണ്ടുപോയി. ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് അവൻ കൊണ്ടുപോയി വന്നിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് അമ്മയുള്ള ദിവസമാണിത്. അപ്പോൾ അതുകൊണ്ട് അമ്മയും കൂടെ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അതും ഒരെണ്ണം പുതിയത് വാങ്ങിയിട്ടുണ്ട്. പഴയ അച്ചിരിക്കുന്നുണ്ട് ഇവിടെ.
അപ്പോൾ പുതിയതും പഴയതും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പഴയ അച്ച് നെക്കിയെടുക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു, അതുകൊണ്ടാണ് പുതിയത് വാങ്ങിയത്. അപ്പോൾ അത് ആദ്യമേ തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ ആ അച്ചിൻ്റെ ചില്ലുണ്ടല്ലോ അത് പെശകിയാണ് ഇട്ടത്. ആ നൂലിന് വണ്ണം കൂടുതലുള്ള ചില്ലാണ് ആദ്യം ഇട്ടത്. പിന്നെ അതൊരെണ്ണം നെക്കിയെടുത്തപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അത് മാറ്റിയിട്ട് നമ്മുടെ ചെറിയ നൂലായിട്ടുള്ള അച്ചെന്ന് വെച്ചാൽ ചില്ലിട്ടിട്ട് പിന്നെ ബാക്കിയും കൂടെയൊക്കെ ഇടിയപ്പം നെക്കിയെടുത്തു. അങ്ങനെ അദ്ദേഹം ഓരോ 2 തട്ട് വീതം അടുപ്പയിലേക്ക് വെച്ച് വേവിച്ചെടുക്കാനായിട്ടൊക്കെ പോവാണ്. അപ്പോൾ അമ്മയുള്ളത് കൊണ്ട് വളരെ വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം വരെയൊക്കെ അനിയത്തിമാരും എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രീഹരി നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, അതായത് ഇപ്പുറത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയൂണിനൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അതാ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. മുട്ട ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെയാണ് സവോള വഴറ്റിയിട്ട് കറിയുടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചിക്കൻ മേടിക്കാനൊക്കെ ചെയ്യാറുണ്ടല്ലേ, ചിക്കൻ മേടിക്കാൻ ബീഫല്ലേ ഇത്ര ദിവസം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ ഏകദേശമൊക്കെ വെന്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു തട്ട് കൂടെ വേവിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മാവ് മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ 2 കഷ്ണം വാഴയില എടുത്തിട്ട് ആ വാഴയിലയിലേക്ക് ബാക്കി മാവും കൂടെ നെക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒറ്റ ട്രിപ്പ് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൽ വയ്ക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പൂവരശിൻ്റെ ഇലയോ അതുപോലെ വാഴയില ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അതിനകത്താണ് ഇടിയപ്പം നെക്കി ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് പണ്ട് പൂവരശിൽ ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ അതാ നമ്മുടെ മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ട ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ സവോള വഴറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ സവോളയൊന്നും അരിഞ്ഞിട്ടില്ലായിരുന്നേ. തീ ഓഫ് ചെയ്തിട്ട് പിന്നെ വേഗം തന്നെ സവോളയൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം നെക്കാനായിട്ടൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ മുട്ടക്കറിയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ബാക്കി കറി ഇതുപോലെ സവോള അരിഞ്ഞു തരല്, പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മ അവിടെ ഇടിയപ്പം നെക്കാനായിട്ടൊക്കെ സഹായിച്ചു തന്നുകൊണ്ട് സവോള ഞാൻ തന്നെത്താൻ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. പരമാവധി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാമല്ലോ. അപ്പം അതേപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഉള്ളി ഇച്ചിരി വേപ്പിലെടുത്തുണ്ട് വാ, വേപ്പിലെടുത്ത് ഒരു ചെറിയ വാഴയില കഷ്ണം എടുത്തിട്ട് വാ. അപ്പം നമുക്ക് അപ്പോൾ ബാക്കി വന്ന മാവേ അതിനകത്തോട്ട് എടുക്കാം. കൂണ് ബാക്കി ഞാൻ കിടക്കുന്ന എടുത്തിട്ട് നടക്കെന്ന് പറഞ്ഞ് ഇഞ്ചി കഷ്ണം ഇടിച്ചില്ല. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു കഷ്ണം ഏലക്കയും കൂടെ ആദ്യമേ വറയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പറ്റണത് മൂടി നോക്കിയെടുത്ത് തന്നെ
നമ്മുടെ ഇതിന് ഇതാ സ്റ്റാൻഡ് ഇരിക്കുന്ന മൂടിയാണെന്ന് തോന്നുന്നു. അത് നോക്കിയെടുക്കും. ഇത് മതിയാവുക. അതല്ലേ അവിടെ ഒരു പിടിയുള്ളതില്ലേ, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടയ്ക്കാനും. അത് മതിയല്ലോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് മൂടിയില്ല. ഇടിയപ്പം മെഴുകിലാണ്. ആയിട്ടുണ്ടെന്നേ ഇടിയപ്പം അത് വെന്തിരിക്കും. എണ്ണ ഒഴിച്ചിട്ടില്ല, ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. നമ്മൾ വാഴയിലക്കിയിട്ട് എടുത്തോണ്ട് വന്നായിരുന്നു. അത് നെക്കിയില്ലല്ലോ അമ്മ. അതൊന്ന് കഴുകിയെടുക്കണം. അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് വെക്കാം മതി. അപ്പം അതും കൂടെ ഇതിന് നടുക്കോട്ട് വെക്കുമ്പോൾ പൊടിയാണ് എന്നമ്മേ തണ്ണീരിന് ഇടിയപ്പത്തിൽ തിന്നല്ലേ. ഇതാണ് നല്ല ഭംഗി വന്നത്. ഇപ്പോഴാണ് ഈ വാഴയിൽ വെക്കിയപ്പോൾ നല്ല പരത്തി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ പരത്തിയെടുക്കും. ഇവിടെ അതില്ലല്ലോ. പൂവരച്ചിട്ട് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഉണ്ടാക്കണത്. മരം മുറ്റ തീക്കിരി കാര്യം നടക്കും. അമ്മ പറയണ അല്ലേ മുരിങ്ങക്കോലും ചേനയും കിടക്കുന്നുണ്ടല്ലേ. മെയിനൊക്കെ അവിയലിന് വേണ്ട കഷ്ണമൊക്കെ മേടിക്കണം. ബാക്കി ക്യാരറ്റും പടവളങ്ങ അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ മേടിക്കണം. ചേമ്പും വിത്തൊക്കെ മേടിക്കണം. അത് ഞാൻ മഞ്ഞളിൽ കയറുമ്പോൾ പച്ചക്കറി വാങ്ങിയിട്ട് പോരാ.
അപ്പോൾ അങ്ങനെ കാപ്പിയുടെ പരിപാടികളൊക്കെ തയ്യാറാക്കി അതിനുശേഷം പിള്ളേർക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ കൂട് പറിച്ചിട്ട് വന്നിട്ട് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്ത് ചേർത്തല കൊണ്ടേ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ കുറച്ചുകൂടെയൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ചിക്കനോ എന്താണെന്ന് വെച്ചാൽ വാങ്ങണം. അപ്പോൾ അത് തീരുമാനമായിട്ടില്ലായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ട് ഈ സമയത്തെ. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യുന്ന സമയത്ത് മോളും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വൈകിയാണ് പാക്കിങ്ങിനൊക്കെ നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളും കൂടെ പാക്ക് ചെയ്യാനും സ്ലിപ്പ് ഒട്ടിക്കാനുമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം മോളൊക്കെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വേഗം ചേർത്തലയ്ക്ക് പോകാനായിട്ട് തയ്യാറാകുന്നുണ്ട്. മോനും കൂടെ, അതായത് ശ്രീഹരിയും കൂടെ അമ്പലത്തിലൊക്കെ പോകാൻ പോകുന്നു. കുഞ്ഞുട്ടി ആ സമയത്ത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു എനിക്ക് കൂണൊക്കെ പാക്ക് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ പറയും ശൈലാമ്മ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾ വരും, സഹായിക്കാറൊക്കെ ഉണ്ട്. മതിയായിരുന്നു. അവരിട്ട സാധനം കൂടിപ്പോയതുണ്ടാവുന്നു, അകത്തോട്ട് കയറിപ്പോയത്. അവരെന്നാ ചെയ്തു തരാൻ, അവരൊക്കെ ചെയ്യത്തത്. ഒടിഞ്ഞ ഫീലൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇനിയുണ്ട് ഞാനിടാനിട്ട 2 കൂടെ ഉണ്ട്. എനിക്ക് കഴിക്കാനായിട്ട് വെള്ളം കൊടുത്തു തരാം. കുഞ്ഞിന് വെള്ളം കുടിക്കണ്ടേ? കുഞ്ഞിന് വെള്ളം വേണോ? നിക്ക് ഗ്ലാസ് എടുത്ത് തരാം മക്കളെ. ആ വെള്ളം അമ്മ വെച്ചോളൂ എടുത്തങ്ങോട്ട്. വീണില്ലേ? പിന്നെതാ ഉച്ചക്കത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ വേവിച്ച് കോരി അടുപ്പയിലേക്ക് തന്നെ ചിക്കൻ വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ചെയ്തു. പിന്നെ ഇത്തിരി പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരരച്ചുകൂട്ട് ഇണക്കിയിട്ടുണ്ടായിരുന്നു, ഒരു തോരൻ ഇണക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചിക്കൻ കറി പെട്ടെന്ന് തന്നെ നമ്മുടെ പുറത്തടുപ്പയിൽ ചെയ്തു. അപ്പോൾ അകത്ത് സ്റ്റൗവിൽ ചെയ്യുമ്പോൾ താമസമാണല്ലോ, അങ്ങനെ പുറത്തടുപ്പിലാണ് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കിയത്. അങ്ങനത്തെ പിള്ളേർ ഊണൊക്കെ കഴിച്ചിട്ട് എഴുന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ നന്ദുവും അപ്പവും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തേജു കുട്ടുമൊക്കെ കഴിച്ചിട്ടൊക്കെ എഴുന്നേറ്റൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറഞ്ഞത്.